വേഗതയുടെയും നിറവൈവിധ്യങ്ങളുടെയും ലോകത്ത് ആവേശം കണ്ടെത്തുന്ന ഈ ആധുനിക യുഗത്തിൽ പല കാരണങ്ങളാലും ഒറ്റപ്പെട്ടു പോകുന്ന അനേക ആത്മാക്കൾ, ജന്മനാലും ആരോഗ്യ തകർച്ചകളാലും മാനസിക പ്രശ്നങ്ങളാലും അനാഥത്വത്തിൻ്റെ നീർച്ചുഴികളിൽ അകപ്പെടുന്ന അവർക്കു വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ചിലരുണ്ട്. നിരാശയുടെയും വേദനയുടെയും ലോകത്തുനിന്നും ദൈവിക കരുണയുടെ സ്വർഗീയ ഇടത്തിലേക്ക് അവരിലൂടെ അനേകായിരങ്ങൾ ആനയിക്കപ്പെടുന്നു. കോഴിക്കോട് രൂപതയ്ക്ക് അടിസ്ഥാനമിട്ട അനേക ജസ്യൂട്ട് മിഷണറിമാരുടെയും ആദ്യമെത്രാനായിരുന്ന അഭിവന്യ പോൾ പെരീനി എസ്.ജെയുടെയും പ്രവർത്തന മേഖലകളിൽ പാവപ്പെട്ടവരോടും അനാഥരോടുമുള്ള കരുണയുടെ പ്രവൃത്തികൾക്ക് മുഖ്യസ്ഥാനമുണ്ടായിരുന്നു. അതിനാൽ തന്നെ രൂപതയുടെ ആരംഭത്തോടൊപ്പം ആരുമില്ലാത്തവർക്കും വേദനിക്കുന്നവർക്കും തണലേകുവാനായി കോഴിക്കോട് നഗരത്തിൽ ഒരു ഭവനം രൂപീകരിക്കുവാൻ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ തീരുമാനിക്കപ്പെട്ടു. അതിന് നേതൃത്വം നൽകുവാനായി അഭിവന്യ പിതാവും വികാരി ജനറൽ ആയിരുന്ന ഫാദർ ആൽബർട്ടി എസ്.ജെയും നിയോഗിച്ചത് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനിമാരെയാണ്. 1923 ജൂൺ 12 കോഴിക്കോട് രൂപത സ്ഥാപിതമായത്. മലബാറിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ രൂപതയാണ് കോഴിക്കോട് രൂപത. എന്ന് വെച്ചാൽ ഈ മലബാറിലുണ്ടായിരുന്ന കത്തോലിക്കരുടെ ഏക അഭയസ്ഥാനം ഈ രൂപതയായിരുന്നു. 1930കളിലൊക്കെ കുടിയേറ്റം ആരംഭിച്ച കാലഘട്ടത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഈ രൂപതയുടെ മെത്രാന്മാർ ചെയ്യുകയുണ്ടായി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, പാവങ്ങൾക്ക് വളരുന്നതിന് വേണ്ടി ഒരു ഇടം വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് രൂപത സ്ഥാപിതമായ ശേഷം രൂപത തന്നെ മുൻകൈയെടുത്തുണ്ടാക്കിയതാണ് സെയിൻറ്റ് വിൻസെൻറ്റ്സ് ഹോം. എന്നാൽ ഇന്ന് അത് നോക്കി നടത്തുന്നത് ചാരിറ്റി സിസ്റ്റേഴ്സാണ്. വളരെ സ്തുത്യർഹമായ സേവനമാണ് ആ സിസ്റ്റേഴ്സ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1923 ജൂൺ മാസത്തിൽ കോഴിക്കോട് രൂപത നിലവിൽ വന്നതോടെ അന്നത്തെ ബിഷപ്പായിരുന്ന പോൾ പെരീനി എസ്.ജെ ഈ ടൗണിൽ അഗതികളെ രക്ഷിക്കാനായി, ആരുമില്ലാത്തവരെ സംരക്ഷിക്കാനായി ഒരു ഭവനം വേണമെന്ന ഒരു ആശയവുമായി മുന്നോട്ട് വരികയും ഈശോ സഭാ വൈദികരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അവരുടെ പരിശ്രമ ഫലമായിട്ടാണ് ഈ ഭവനം നിലവിൽ വന്നതും ഇവിടെ ശുശ്രൂഷ ചെയ്യുവാനായി അന്ന് മംഗലാപുരത്ത് സേവനം ചെയ്തിരുന്ന സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ബർത്തലോമ്യ വിൻസെൻസ എന്നീ പുണ്യവതികളുടെ പേരിനാൽ അറിയപ്പെടുന്ന സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിലെ അംഗങ്ങളെ ക്ഷണിച്ചത്. അങ്ങനെ 1923 ഒക്ടോബർ 5 ഈ ഭവനം നിലവിൽ വന്നു. 1923 തുടങ്ങിയ ഈ സ്ഥാപനം ഇന്നും ഈ നിലയിൽ പ്രവർത്തിച്ചു വരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെയും നല്ലവരായ കുറേ മനുഷ്യരുടെയും ഔദാര്യം മാത്രമാണ്. ഏകദേശം 6000-ലേറെ ജനങ്ങൾ ഈ സ്ഥാപനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന് ഒരു പച്ച തുരുമ്പുകളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അശരണർക്കും നിരാലംബർക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച കരുണയുടെ വിശുദ്ധൻ സെന്റ് വിൻസെന്റ് ഡിപ്പോളിന്റെ മാതൃകയിലും മധ്യസ്ഥതയിലുമാണ് സെന്റ് വിൻസെന്റ് ഹോം ആരംഭം കുറിച്ചത്. അന്നു മുതൽ ഇന്നോളവും തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥന്റെ മാതൃക ഹൃദയത്തിൽ സ്വീകരിച്ച അനേകം സന്യാസിനിമാരുടെ നേതൃത്വത്തിൽ
സ്വർഗീയ കരുണയുടെ വിളനിലമായി ഈ ഭവനം കോഴിക്കോട് പട്ടണത്തിൽ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ദിവ്യപ്രകാശം ചൊരിയുന്നു. സെന്റ് വിൻസെൻ്റ് ഹോമിൻ്റെ മിഷൻ എന്ന് പറയുന്നത് ജീവൻ സംരക്ഷിക്കുക, അഭിവൃദ്ധിപ്പെടുത്തുക. അത് ഏത് ജീവനായാലും, ഒരുപക്ഷെ ഉപേക്ഷിക്കപ്പെട്ടതായിരിക്കാം, അഗതികളിൽപ്പെട്ടതായിരിക്കാം, അനാഥരായിരിക്കാം, ആരായാലും അവരുടെ ജീവൻ സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ഇന്നും തുടർന്ന് പ്രവർത്തിക്കുന്നത്. പലതരം പ്രവൃത്തികൾ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാമൂഹ്യ പ്രവർത്തനം, ആധ്യാത്മികമായിട്ട് പ്രവർത്തനം, സാംസ്കാരികമായിട്ടുള്ളതും, അങ്ങനെ എല്ലാ തരത്തിലും പാവപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ മക്കളായി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണിത്. നമ്മുടെ മാർപ്പാപ്പ പറയുന്നത് പോലെ അതൊരു ഒയേസിസ് ഓഫ് മേഴ്സി എന്ന് പറയാം. കരുണയുടെ ഒരു അഭയ കേന്ദ്രമാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ ചെല്ലാം, ആർക്ക് വേണമെങ്കിലും അവരുടെ സഹായം ലഭിക്കാനിടയാകും. അങ്ങനെ കരുണ ലഭിക്കുന്ന ഒരു തുരുത്തായിട്ട് ആ സ്ഥാപനം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരും നീതിയോടും സ്നേഹത്തോടും അന്തസ്സോടും കൂടി ജീവിക്കുന്ന ദൈവരാജ്യം. ഒരുപക്ഷെ അതാണ് ഈ ഒരു സ്ഥാപനത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു ലക്ഷ്യവും. കാരണം ഒത്തിരിയേറെ പ്രതീക്ഷകളില്ലാതെ നിരാരംഭരായി ആരും തുണയില്ലാതെ വന്നു ചേരുന്ന ഈ സ്ഥാപനത്തിലെ അംഗങ്ങൾക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം കൊടുത്തുകൊണ്ട്, അവരുടെ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് വരുവാൻ ഈ സ്ഥാപനത്തിലെ ഓരോ വ്യക്തികളും അവരുടേതായ രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. 5 വ്യത്യസ്തമായ യൂണിറ്റുകളായി പ്രവർത്തിക്കുന്ന ഈ സ്നേഹഭവനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ശിശുഭവനമാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള ഈ കുഞ്ഞുങ്ങളുടെ ഭവനത്തിലൂടെ ഇന്നോളം കടന്നുപോയിട്ടുള്ളത് 100 കണക്കിന് ശിശുക്കളാണ്. ജീവിതവീഥികളിൽ ജന്മനാൽ തന്നെ ഒറ്റപ്പെടുന്ന ഇവരെ സ്വന്തം കുഞ്ഞുങ്ങളാക്കി വളർത്തി ഈ സമൂഹം ജീവിതത്തിലേക്ക് കരം പിടിച്ചു നടത്തുന്നു. കോഴിക്കോട് ജില്ലയിലെ ഏക ഔദ്യോഗിക അഡോപ്ഷൻ സെന്റർ കൂടിയാണ് ഈ ഭവനം. മക്കളില്ലാത്ത അനേകം ദമ്പതികൾക്ക് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാൻ ഇവർ ഇതിനകം അവസരമൊരുക്കിയിരിക്കുന്നു. പ്രധാനമായും 5 യൂണിറ്റുകളാണ് ഈ സ്ഥാപനത്തിലുള്ളത്. ഒന്നാമതായിട്ട് സെൻറ്റ് ജോസഫ് ഫാമിലി ഹോം, കോഴിക്കോട് ജില്ലയിലെ അഡോപ്ഷൻ ദത്ത് കൊടുക്കാനുള്ള ഒരു ഏക സ്ഥാപനമാണ്, ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള ഏക സ്ഥാപനമാണ് സെൻറ്റ് വിൻസെൻ്റ് ഹോമിൽ പ്രവർത്തിക്കുന്നത്. അനാഥരായും അഗതികളായും എത്തപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷവും നൽകി സംരക്ഷിച്ച് അർഹരായ ദമ്പതികൾക്ക് വീടുകളിലേക്ക് ആ കുഞ്ഞുങ്ങളെ നിയമപരമായി ദത്ത് കൊടുക്കുന്നു. 1980 ആയപ്പോഴേക്കും സർക്കാരിൽ നിന്ന് തന്നെ നിയമപരമായ വിധത്തിൽ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കൊടുക്കേണ്ട അഡോപ്ഷൻ ദത്ത് കൊടുക്കുക എന്നൊരു പ്രക്രിയയിലോട്ട് ഞങ്ങളും സന്തോഷത്തോടെ ചേർന്നു. അന്ന് മുതൽ ധാരാളം കുട്ടികളില്ലാത്തവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കങ്ങനെ നല്ല ജീവിതം കിട്ടി. എൻ്റെ പേര് നിഷ പ്രശാന്ത്. ഞങ്ങളുടെ സ്വന്തം സ്ഥലം മഞ്ചേരിയാണ്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് കൊയിലാണ്ടിയാണ് താമസം. ഞങ്ങൾ 20 വർഷമായി കുട്ടികളില്ലാതെ ദുഃഖം അനുഭവിക്കുന്നവരായിരുന്നു. ഒരുപാട് ചികിത്സ ചെയ്തു, യാതൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഓർഫനേജിനെ പറ്റി അറിയാനിടയായത്. ഒരുപാട് കാലത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ ഒരു കുട്ടിയെ ദത്തെടുക്കണമെന്ന്. ആ മോഹം സാർത്ഥകമായത് ഇവിടെ വന്നപ്പോഴാണ്. ഒരുപാട് മാറ്റങ്ങളാണ് കുട്ടിയെടുത്തപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായത്. ജീവിതത്തിനൊരു ലക്ഷ്യബോധം, അർത്ഥമൊക്കെ ഉണ്ടായി. പിന്നെ സന്തോഷത്തിൻ്റെ കാര്യം പറയാനില്ല. ഇപ്പോൾ ഇവക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന ദമ്പതികളും ദത്തെടുക്കപ്പെടുന്ന കുഞ്ഞുങ്ങളും തങ്ങളുടെ നിരന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്നു എന്ന തിരിച്ചറിവിൽ ഇത്തരത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പതിവായി ഇവർ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. പലതരത്തിലുള്ള വിഷമതകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന തങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അത് വലിയൊരു താങ്ങാണെന്ന് മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ വർഷവും ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഒത്തുചേരുകയും അവരുടെ സ്നേഹവും അവരുടെ സന്തോഷവും പങ്കുവെക്കുകയും അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും
ഇങ്ങനെ അഡോപ്ഷന് പോയ മാതാപിതാക്കൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക്, അതായത് കുട്ടികൾക്കൊരു അത്യാവശ്യം ഒരു ബോധമായി തുടങ്ങുന്ന ആ ഒരു പ്രായം തൊട്ട് പിന്നെ ആരും ഇങ്ങോട്ട് വരാറില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ തന്നെ വേണ്ടിയിട്ട് എല്ലാ വർഷവും മറ്റുള്ള ഓർഫനേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എല്ലാ വർഷവും ഇവർ ഇപ്പോൾ സിസ്റ്റർ ആഗ്നസും കൂടി പിന്നെ ആ ഒരു ആനുവൽ ഡേ സംഘടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മറ്റുള്ളവരെയും അവരുടെ കുഞ്ഞുങ്ങളെയും എല്ലാം കാണാൻ പറ്റുന്നു. കാരണം അത് വലിയൊരു കാര്യമാണ്. കാരണം പരസ്പരം ഈ കുഞ്ഞുങ്ങൾ തങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളത് കാണുമ്പം അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളവരാണ് എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവുകയാണ്. കാരണം അതിന് ഇവിടുത്തെ സിസ്റ്റർമാരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു, വളരെയധികം നന്ദിയുണ്ട് കാരണം ഞങ്ങൾ വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ജീവിതമാണ്. അതിന് കാരണം ഇവിടെയുള്ള സിസ്റ്റർമാരാണ്. 10 വയസ്സുവരെയുള്ള കുട്ടികൾക്കായുള്ള ഗേൾസ് ഹോമും മറ്റ് സ്ത്രീകൾക്കു വേണ്ടിയുള്ള സെന്റ് ബെനഡിക്റ്റ് ഹോമും ഈ ഭവനത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ്. കുട്ടികളെ അവർക്കാവശ്യമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസവും തുടർ പരിശീലനങ്ങളും നൽകി വഴി നടത്തുമ്പോൾ ജീവിതം ഇരുളടഞ്ഞ് ഇവിടെ എത്തിച്ചേരുന്ന സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനങ്ങൾ നൽകി വിവിധ തൊഴിലുകൾ ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുന്നു. ഇത്തരത്തിൽ സോപ്പ് മുതലായുള്ള അനേകം ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ടൈലറിംഗ്, എംബ്രോയിഡറി തുടങ്ങിയവ സ്ത്രീകളെ അഭ്യസിപ്പിക്കുകയും തൊഴിൽ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ഇവർ ചെയ്യുന്നു. സെൻറ്റ് വിൻസെൻ്റ് ഗേൾസ് ഹോം ഉണ്ട്. അവിടെയും 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ, പല രീതിയിൽ പെടുന്ന പെൺകുട്ടികളാകാം, അഗതികളായവരും, ഒരുപക്ഷെ വീടുകളിൽ നിന്ന് ജീവിതം മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത കുട്ടികളാകാം. ഏത് രീതിയിലായാലും ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും അവരുടെ ജീവിത അവസാനം വരെ അവരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്ന ഒരു മഹത് പ്രവർത്തനവും സെൻറ്റ് വിൻസെൻ്റ് ഹോം കാഴ്ചവെക്കുന്നു. അതോടൊപ്പം ധാരാളം പെൺകുട്ടികൾ, ജീവിത പ്രതിസന്ധികളിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾ, ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള ചിന്തയുമായി വരുന്നവർക്ക് വേണ്ട കൗൺസിലിംഗ് നടത്തുകയും അവർക്ക് വേണ്ട തൊഴിൽ പരിശീലനം നൽകി ജീവിതത്തിൻ്റെ ഒരു അന്തസ്സിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കുവാൻ സെൻറ്റ് വിൻസെൻ്റ് ഹോം എന്നും മുന്നോട്ട് തന്നെയുണ്ട്. ഇവിടെ വരുന്ന പെൺകുട്ടികൾക്ക് ഒരു തൊഴിൽ പരിശീലനം നൽകിക്കൊണ്ട് ഒരു നല്ല എംബ്രോയ്ഡറി സ്കൂൾ, ടൈലറിങ്ങും നീഡിൽ വർക്കുമുള്ള ഒരു നല്ലൊരു കേന്ദ്രം ഇവിടെയുണ്ട്. അവരത് പഠിച്ച് പിന്നെ അവരത് ആ ജോലി, ഞങ്ങൾക്ക് ധാരാളം ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പം അത് അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് അവർക്കുള്ള വിഹിതം അവരുടെ ഓരോരുത്തരുടെയും ബാങ്കിൽ ഞങ്ങൾ നിക്ഷേപിക്കുന്നു. അപ്പോൾ അത് അവരുടെ ഭാവി ജീവിതത്തിന്, പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായി തീരുന്നു. ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ ധാരാളം പേരെ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അവരുടെ പലതരത്തിലുമുള്ള ബന്ധുമിത്രാദികൾ അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കുന്നു. ധാരാളം സ്ത്രീകളും ധാരാളം പെൺകുട്ടികളും ഈ സ്ഥാപനത്തിലൂടെ കടന്നുപോയി പല പല വീടുകളിലായി, പല കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യയിലൊട്ടാകെ വിദേശ രാജ്യങ്ങളിൽ പോലും അവരുടെ ജീവിതം അവർ ചെലവഴിക്കുന്നുണ്ട്. മാനസികവും ശാരീരികവുമായ ഏറെ പ്രശ്നങ്ങളുമായി ഇവിടെ എത്തിച്ചേരുന്ന അനേകം സ്ത്രീകളുടെ കാര്യത്തിൽ ഈ ഭവനത്തിൻ്റെ തീക്ഷ്ണതയും പ്രശ്നപരിഹാരത്തിനായുള്ള ഊർജിത ശ്രമങ്ങളുമാണ് സെൻറ്റ് വിൻസെൻ്റ് ഹോമിനെ വേറിട്ട് നിർത്തുന്നത്. സ്വന്തം ഭവനങ്ങളിൽ നിന്നും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മുതൽ സാമൂഹികവും മനഃശാസ്ത്രപരവുമായ പ്രശ്നങ്ങൾ വരെയും ഇവർക്കിടയിൽ പരിഹരിക്കപ്പെടുന്നത് വ്യക്തമായ ദൈവിക ഇടപെടലുകൾ കൊണ്ടുകൂടിയാണ്. സ്ത്രീകളുടെ പുനരധിവാസത്തിനായുള്ള ഉജ്ജ്വല എന്ന കേന്ദ്ര ഗവൺമെൻറ് പ്രൊജക്റ്റും ഇവർ ഏറ്റെടുത്ത് നടത്തിവരുന്നു. ധാരാളം സ്ത്രീകൾ പല പ്രശ്നങ്ങളാൽ വീടുകളിൽ നിന്നും ഗാർഹിക പീഡനത്താലും സെക്ഷൽ അബ്യൂസിനാലും അങ്ങനെ പലവിധ കാരണങ്ങൾ, എന്ത് പ്രശ്നങ്ങളായാലും ഒത്തിരിയേറെ വേദനകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഈ സ്ഥാപനത്തിൽ എത്തിച്ചേരുകയും വീണ്ടും അവരെ ഒരു പുനരധിവസിപ്പിക്കുവാൻ വേണ്ട പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും പുനരധിവസിപ്പിച്ച് അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നത നിലയിലേക്ക് എത്തിക്കുവാൻ ഈ സ്ഥാപനം പരിശ്രമിച്ചു വരുന്നു. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ പെൺകുട്ടികളും ആ സ്ത്രീകളും ഇവിടെ എത്തുമ്പോഴേക്കും അവർ വളരെ തളർന്നിരിക്കും. അവർ വലിയൊരു മെൻ്റൽ ട്രോമയിലായിരിക്കും ഇവിടെ എത്തുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക പ്രോജക്റ്റാണ് ഉജ്ജ്വല, കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ. അപ്പോൾ ഞങ്ങളത് ഏറ്റെടുത്ത് അപ്പോൾ 25 സ്ത്രീകൾക്കുള്ള സാമ്പത്തിക സഹായവും ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്.
ഇപ്പം ഞാൻ ഈ സെയിൻറ്റ് ബെർണറ്റ് ഹോം, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഭവനത്തിൻ്റെ ചാർജാണ്. എൻ്റെ കീഴിൽ തന്നെ 8 സ്റ്റാഫുണ്ട്. ഞങ്ങൾക്ക് സൈക്യാട്രിസ്റ്റ്, ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, ഗാർഡ്, ഇങ്ങനെ പലരുമുണ്ട്. അപ്പോൾ ഇവരുടെ ഞങ്ങളൊരു കൂട്ടായ ഒരു പരിശ്രമമാണ്. അപ്പോൾ എല്ലാവരുടെയും ശ്രമത്തോടെ ഇവിടെ എത്തുന്ന സ്ത്രീകളെയും ചെറിയ പെൺകുട്ടികളെയും, അതായത് മൈനറായിട്ടുള്ള പലരും അങ്ങനെ വരുന്നുണ്ട്, അവരെയും സംരക്ഷിക്കാനും അവരുടെ വീടുകളിലോട്ട് തന്നെ പുനരധിവസിപ്പിക്കാനുമായി ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പ്രക്രിയയാണ്. കാരണം ഒരു തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാനും അവരെ വീണ്ടും സ്വന്തം വീട്ടിലോട്ട് സ്വീകരിക്കാനും സമൂഹത്തിലേക്ക് അവരെ സ്വീകരിക്കുവാനും നമ്മുടെ ആളുകൾ തയ്യാറല്ല. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ഗ്രൂപ്പ് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെ വലിച്ചു വരുത്തുകയും അവരുടെ വീട്ടിൽ പോയി അവിടെ കാണുകയും അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അങ്ങനെ 98% ഞങ്ങൾ വിജയിക്കുന്നുണ്ട്. നവജാത ശിശുക്കൾ മുതൽ നിരാലംബരായ പ്രായമായവർ വരെയുള്ള 100ഓളം അംഗങ്ങളാണ് ഈ ഭവനത്തിലുള്ളത്. 5 വയസ്സിനുമേൽ പ്രായമുള്ളവരെല്ലാം സ്ത്രീകളാണ്. ഘട്ടം ഘട്ടമായി ജീവിതം കരുപ്പിടിപ്പിച്ച് പുറം ലോകത്തിലേക്ക് ഇറങ്ങിയവർക്ക് പുറമെ മറ്റെങ്ങും പോകാനില്ലാത്ത ചിലർ അനേക വർഷങ്ങളായി ഇവിടെ അഭയം കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ മൊത്തം ഇന്ന് 99 പേരാണുള്ളത്. അതായത് ചെറിയ കുട്ടികളുടെ ഭവനം, പെൺകുട്ടികളുടെ ഭവനം, സ്ത്രീകൾക്കായുള്ള ഭവനം. വൃദ്ധസദനം ഞങ്ങൾക്കില്ല. പക്ഷേ നേരത്തെ തന്നെ ഇവിടെ വന്ന ചില സ്ത്രീകൾ അവർക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും അതിന് കഴിവില്ലാത്തതുകൊണ്ടും അവർ ഇവിടെ തന്നെ വളർന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അവരെ വേറെ സ്ഥലത്തോട്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് മാത്രം കുറച്ച് പേർ, ഒരു 10 പേർ ഇപ്പോൾ ഇവിടെ വീണ്ടും ഉണ്ട്. ഞാൻ 63 ജൂൺ 29-ാം തീയതി ഇവിടെ വന്നതാണ്. അപ്പോൾ 53 വർഷം കഴിഞ്ഞു. ഞാൻ വീട്ടിലുള്ളപ്പോൾ ഞാൻ കോട്ടയത്ത് തുന്നൽ പഠിച്ചതാണ്. അവിടെ തുന്നൽ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അച്ചാച്ചനൊക്കെ വീട് വിട്ട് മലബാറിന് വന്നത്, വയനാട്ടിലേക്ക്. അപ്പോൾ വയനാട്ടിൽ വന്നപ്പോൾ അടുത്ത് പള്ളിയൊന്നുമില്ല, മഴ പെയ്താൽ മുറ്റത്തിറങ്ങാൻ മേല. അപ്പം എവിടെയെങ്കിലും തുന്നലുള്ള എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് പോകണമെന്ന് ഞാൻ ഒത്തിരി ആശിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ച്. അപ്പോൾ ഇങ്ങനെ ഇവിടെ എംബ്രോയ്ഡറി ഉള്ള ഒരു സ്ഥലത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അഡ്രസ്സ് കിട്ടി. അത് വെച്ചിട്ട് എഴുതിയപ്പം വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നതാണ്. വന്നപ്പോൾ തുടങ്ങി ആ ജോലി തന്നെ ചെയ്തുകൊണ്ട് ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷം അത് തന്നെ കണ്ടിന്യൂ ചെയ്ത്, ഒരു കുഴപ്പമില്ല എനിക്കതുകൊണ്ട്. ഈ 53 വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ പിള്ളേർ വരുമ്പോൾ പറയും 1 വർഷം 1.5 വർഷം അയ്യോ മടുത്തെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഈ 53 വർഷം ഒരു സ്വപ്നം കണ്ട പോലെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. അന്നൊന്നും എനിക്ക് ഒരേ ഒരു സന്തോഷം തന്നെയാണ് എനിക്കുള്ളത് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ. ദിവസം പള്ളി പോകാം, കുർബാനയിൽ പങ്കെടുക്കാം, പിന്നെ ഒരു ടൈം ടേബിളുണ്ട്. രാവിലെ 8 മണിക്ക് ക്ലാസ്സിൽ കയറുക, ജോലി, അങ്ങനെ ഒരു ടൈം ടേബിൾ, ഒരു സമയം ഒട്ടും വേസ്റ്റാക്കാണ്ട് ഇതങ്ങനെ അങ്ങോട്ട് ചെയ്തു പോകാം. അതെനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. 1 നൂറ്റാണ്ട് തികയ്ക്കുവാൻ ഏതാനും വർഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന മഹത്തായ ഈ സ്നേഹഭവനത്തിൻ്റെ ചരിത്രത്തിൽ അനേകായിരങ്ങൾക്ക് സാന്ത്വനവും ആശ്രയവും നൽകി കടന്നുപോയ അനേകം ശുശ്രൂഷകരുണ്ട്. അവരുടെ ആത്മാർത്ഥതയും സമർപ്പണവും മാതൃകയും ഇന്നും ഈ ഭവനത്തിന് ശക്തി പകരുന്നു. ഒരു മിഷനറി ആകണമെന്നുള്ള ആഗ്രഹത്തിന് പ്രകാരം ഞാൻ മംഗലാപുരത്തായിരുന്നു. മംഗലാപുരത്ത് നിന്ന് സിസ്റ്ററായി കഴിഞ്ഞപ്പോൾ ഞാൻ സെൻറ്റ് വിൻസെൻ്റ് കോളനി വന്നു. അവിടെ 10 കൊല്ലം കഴിഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സ്ഥിതി ഇന്നത്തെ പോലെയൊന്നുമല്ല. ഈ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ മാറി. പക്ഷേ ആ മാതാവിൻ്റെ രൂപം അവിടെ ഇരിക്കുന്നത് ഇന്നും അത് അന്ന് ഉള്ളതുപോലെ ഇന്നും ഉണ്ട് അവിടെ. പിന്നെ അന്ന് ഞാനിവിടെ എത്തുമ്പോൾ കുഞ്ഞുങ്ങൾ 35 ചെറിയ കുഞ്ഞുങ്ങൾ, 80 ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, വീട്ടുകാർ സ്വീകരിക്കുകയില്ല. പിന്നെ പക്ഷേ ആ കുഞ്ഞുങ്ങളെ വേർവിട്ട് പോകാനായിട്ട് മാതാപിതാക്കൾ ആ സ്ത്രീകൾ സമ്മതിച്ചിട്ടില്ല. ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വേണ്ടി അവരിവിടെ നിന്നു. അങ്ങനെ നിന്ന സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇവിടെ പഠിച്ചു. പിന്നെ ഫറോക്ക് എന്ന സ്കൂളിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവർ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇൻഡസ്ട്രിയിൽ വന്ന് തൊഴിൽ പഠിച്ചു. തൊഴിൽ പഠിച്ചതിൻ്റെ ശേഷം അവർ സ്ഥാപനത്തിൻ്റെ അച്ഛന്മാരുടെ സഹായത്തോടു കൂടി, പിന്നെ ഞങ്ങളുടെ സ്ത്രീകളുടെ സഹായിച്ചതുകൊണ്ട് അവർക്ക് ചെറിയൊരു വീടുകളാക്കി
എല്ലാവരെയും സെറ്റിൽ ചെയ്തിട്ടുണ്ട്, കുറേ പേരെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെന്റ് വിൻസെന്റ് ഹോമിന്റെ പ്രവർത്തനങ്ങൾ ഈ മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങുന്നവയല്ല. പുറത്തുള്ള അനേകം വേദനിക്കുന്നവരിലേക്കും അർഹരായവരിലേക്കും ഇവരുടെ കരം നീളുന്നു. വ്യക്തിപരവും മാനസികവുമായ തകർച്ചകൾ, ഗുരുതരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ അർഹതയുള്ളവർക്ക് എന്ത് സഹായം നൽകുവാനും ഈ സഹോദരിമാർ മുന്നിട്ടിറങ്ങുന്നു. കരുണയുടെ ഈ വിശുദ്ധ വത്സരത്തിൽ ഒരു പട്ടണം മുഴുവൻ നിറയുന്ന ദൈവിക കരുണയുടെ ജീവിത സാക്ഷ്യമാണ് ഈ സമൂഹം. ഈ സ്ഥാപനത്തിലുള്ള പ്രവർത്തനങ്ങളെക്കാൾ ഉപരി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കരുണയുടെ വർഷം മുന്നിൽ കണ്ടുകൊണ്ട് ഈ കോഴിക്കോട് ജില്ലയുടെ പ്രാന്തപ്രദേശമായ ചേരി പ്രദേശമായ ധാരാളം സ്ഥലങ്ങളിൽ ഇവിടെ ജോലി ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സും സിസ്റ്റേഴ്സിൻ്റെയും നേതൃത്വത്തിൽ ഒത്തിരിയേറെ ബോധവൽക്കരണ ക്ലാസ്സുകളും പ്രവർത്തനങ്ങളും നടത്തി വരുന്നു. അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ വേണ്ടി ഈ സ്ഥാപനം മുൻകൈയെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ പരിസരങ്ങളിൽ ജോലി ചെയ്യുന്ന ഡൊമസ്റ്റിക് വർക്കേഴ്സ്, ഗാർഹിക വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്കായിട്ട് പ്രത്യേക പ്രോജക്റ്റുകളും കാര്യങ്ങളുമൊക്കെ നടത്തി വരുന്നു. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്ഥാപനത്തിന് പുറത്തുള്ള ജനങ്ങളിലേക്കും എത്തിക്കുവാനായിട്ട് തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കുവാൻ ഈ വർഷം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ധാരാളം കുട്ടികളെ സംരക്ഷിക്കുവാൻ സ്ഥാപനങ്ങളുണ്ടാകാം, പക്ഷേ വീടുകളിലാണെങ്കിലും മറ്റ് ജീവിത സാഹചര്യങ്ങളിലായിരിക്കും വിദ്യാഭ്യാസം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും വിദ്യാനിധി എന്ന പേരിൽ ഒരു സ്പോൺസർഷിപ്പ് പ്രോഗ്രാം തുടങ്ങുകയും നല്ലവരായ ജനങ്ങളിൽ നിന്ന്, നമ്മുടെ കേരളത്തിലുള്ളതും ഇന്ത്യയിലുമുള്ളതുമായ നല്ലവരായ ജനങ്ങളിൽ നിന്ന് സഹായം ഏറ്റുവാങ്ങി ഓരോ കുട്ടിക്കും ഓരോ സ്പോൺസർ എന്ന നിലയിൽ ഒരു സ്പോൺസർഷിപ്പ് പ്രോഗ്രാം ഇവിടെ നടത്തി വരുന്നു. വളരെയേറെ വിജയത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണത്. പുറമേ നിന്നും സ്കൂളുകളിൽ നിന്നും വീടുകളിൽ നിന്നും ധാരാളം പേര് കൗൺസിലിങ്ങിനായി എത്തിച്ചേരുക. നമുക്ക് സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു ഏരിയ തന്നെയാണ് കൗൺസിലിംഗ്. തീരെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, കുടുംബങ്ങളുണ്ട്. കുടുംബശിഥിലം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ അവർക്ക് വേണ്ട കൗൺസിലിങ്ങിലും മാർഗനിർദ്ദേശങ്ങൾ നടത്തി കൊടുക്കുവാൻ ഈ സ്ഥാപനം പരിശ്രമിക്കുന്നു. മേയാ സ്പന്ദൻ എന്ന കൗൺസിലിംഗ് സെൻറ്ററും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും ഉറച്ച ലക്ഷ്യബോധത്തോടെയും തങ്ങളുടെ വിവിധങ്ങളായ പ്രവർത്തന വീഥികളിൽ മുന്നേറുന്ന ഈ ഭവനത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്ന അനേകരുണ്ട്. ഈ സമൂഹത്തെയും പ്രവർത്തനങ്ങളെയും അടുത്തറിഞ്ഞ അവരുടെ സന്മനസ്സാണ് ഇന്നും ഒരു കുറവുകളും കൂടാതെ മുന്നോട്ട് നീങ്ങുവാൻ ഇവരെ പ്രാപ്തരാക്കുന്നത്. അവരിൽ പലരുടെയും ഇടപെടലുകൾ അത്ഭുതകരമാവണ്ണം ദൈവമഹത്വത്തെ ഉദ്ഘോഷിക്കുന്നുവെന്നതും ഇവരുടെ സാക്ഷ്യമാണ്. ഈ സ്ഥാപനം ഇന്നേ നിലയിൽ തുടർന്നു കൊണ്ടുപോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഔദാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നല്ലവരായ കുറേ മനുഷ്യരുടെ ഔദാര്യം. ഒരിക്കലും അത് മറക്കാൻ സാധിക്കില്ല. കാരണം എന്തൊരാവശ്യം മനസ്സിൽ കാണുമ്പോഴും ഇവിടെയുള്ള അന്തേവാസികൾക്ക് വേണ്ടിയിട്ട്, ഇവിടെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, പ്രായമായവർക്ക് വേണ്ടിയിട്ട് എന്തൊരാവശ്യം മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ അത് ദൈവം ആര് വഴിയെങ്കിലും നടത്തി കൊടുക്കാറുണ്ട്. അതൊരു അനുഭവം തന്നെയാണ്. സെൻറ്റ് വിൻസെൻ്റ് ഹോമിനെ സംബന്ധിച്ച് അതൊരു അനുഭവം തന്നെയാണ്. പ്രത്യേകമായിട്ട് ആ സ്ഥാപനത്തിന് ഞാൻ മംഗളങ്ങൾ ആശംസിക്കുകയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചാരിറ്റി സിസ്റ്റേഴ്സിന് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ പാവങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ചാരിറ്റി സിസ്റ്റേഴ്സ് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും പാവങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു സഭയാണ്, നല്ലൊരു കോൺഗ്രിഗേഷനാണ്. അപ്പോൾ അവരെന്നും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ കോഴിക്കോട് കോടതിയുടെ അടുത്തുള്ള ഈ സെൻറ്റ് വിൻസെൻ്റ് കോളനി പലപ്പോഴെങ്കിലും സന്ദർശിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യാം. ദൈവിക കരുണയുടെ സ്വർഗീയ സന്ദേശം ലോകത്തിനു മുന്നിൽ ഉദ്ഘോഷിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനം. അവരുടെ കരങ്ങളിലൂടെ അനേകായിരങ്ങൾ ദൈവമഹത്വത്തെ തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിൻ്റെ ആൾരൂപങ്ങളായി മാറി ലോകത്തിൻ്റെ നൈമിഷിക വികാരങ്ങൾക്കും സ്വാർത്ഥ ചിന്തകൾക്കും മുന്നിൽ
സുവിശേഷ സന്ദേശം പ്രഘോഷിക്കുന്ന ഈ ശുശ്രൂഷകരുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നമുക്കും പരിശ്രമിക്കാം.